ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഞാൻ കുറേ നാളുകൊണ്ട് എടുക്കണമെന്ന് കരുതുന്നു, പക്ഷേ മടി കാരണം നടന്നില്ല. എന്നാൽ പിന്നെ ഇന്ന് എടുത്ത് കളയാമെന്ന് കരുതി. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കാല് എങ്ങനെ ഉണ്ടെന്ന്. കാലിൽ പ്ലാസ്റ്റർ റിമൂവ് ചെയ്തു, ബാൻഡേജ് ഇട്ടേക്കാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ, ഫ്രഷ് ഒന്നും ആയിട്ടില്ല. ഇനി പല്ലൊക്കെ തേക്കണം, ഫ്രഷ് ആവണം. അപ്പം ഫ്രഷ് ആയിട്ട് വരാം. വേറെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ അവിടുത്തെ മൈക്ക് സെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. പിന്നെന്തുവാ, നമുക്ക് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് കിടക്കും. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഹെയർ സെറം ബയോലേജിൻ്റെ ഹെയർ സെറാണ്. എൻ്റെ മുടി നല്ല രീതിയിൽ ഫ്രിസ്സിയും ഡ്രൈയും ഒക്കെയാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഈ ഒരു സെറം യൂസ് ചെയ്ത് നോക്കാൻ, അങ്ങനെ വാങ്ങിയതാണിത്. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഡ്രൈനെസ് ഒക്കെ മാറുന്നുള്ള തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി ബ്രഷ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിന്റെ ക്ലെൻസർ ആണ്. ഡ്രൈ ടു സെൻസിറ്റീവ് സ്കിന്നിന് പറ്റിയിട്ടുള്ളതാണ്. നേരത്തെ ഞാൻ സിമ്പിളിന്റെ ഫേസ് വാഷ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ അത് എന്റെ സ്കിൻ ഒന്നുകൂടി ഡ്രൈ ആക്കുന്ന പോലെ തോന്നി. അങ്ങനെ ബാക്ക് ടു സെറ്റാഫിലിലോട്ട് വന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലെ പുതിയ അതിഥികളെ കാണിച്ചു തരാം. ഇത് ബ്ലാക്കി, മറ്റേത് മിട്ടു. രണ്ടുപേരും രാവിലത്തെ ഫുഡും പാലൊക്കെ കുടിച്ച് കിടന്ന് ഉറങ്ങുവാണ്. ഇനി ഒന്ന് കറങ്ങി നിൽക്കാണ്ട് നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാം. അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് റാഗി കൊണ്ടുള്ള പുട്ടും പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗും ഉണ്ട്. അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം. അപ്പം ഫുഡൊക്കെ കഴിച്ചു. ഇനി നമുക്ക് രാവിലത്തെ സ്കിൻ കെയർ ചെയ്യാം. അപ്പോൾ ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് സൺസ്ക്രീനും പിന്നെ ഒരു മോയ്സ്ചറൈസറും. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ വാസ്ലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതത്ര അങ്ങോട്ട് മോയ്സ്ചർ കണ്ടന്റ് ലോക്ക് ചെയ്യാത്ത പോലെ തോന്നി. എന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നിന് അച്ചായി പോകാത്തൊരു മോയ്സ്ചറൈസറായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഒരു ഫിസിയോജലിൻ്റെ മോയ്സ്ചറൈസർ വാങ്ങിയത്. ആൻഡ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ. ഇപ്പം ഞാൻ രാവിലെ ആയാലും രാത്രിയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഡെർമാക്കോന്റെ സൺസ്ക്രീൻ ആണ്. കുറേ നാളുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൺസ്ക്രീനും മിനിമലിസ്റ്റും. ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം മിനിമലിസ്റ്റ് ആണ്. റീസെന്റ് ആയിട്ട് എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എംകഫീന്റെ അണ്ടർ ഐ ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആക്ച്വലി ഇറ്റ് ഈസ് ഗുഡ്. ഇനി ഞാൻ ഒരു ലിപ് ബാമും കൂടി ഇടുന്നുണ്ട്. ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ബീട്രൂട്ട് ലിപ് ബാം ആണ്. ഇപ്പൊ വീട്ടിൽ വരുമ്പം ഞാൻ ഈ ഒരു ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ മിനിമലിസ്റ്റിന്റെ SPF ലിപ് ബാം ആണ് യൂസ് ആക്കാറുള്ളത്. ഇനി നമുക്ക് കുറച്ചൊരു അമ്മ ഹെൽപ്പ് ചെയ്യാം. ഇരുന്നു കൊണ്ട് മാങ്ങ കട്ട് ചെയ്ത്. ഇത് എത്ര അങ്ങോട്ട് അറിയാത്ത പണിയാണ്, എന്നാലും നമുക്ക് ചെയ്യാം. അങ്ങനെ 1:30 മണിയായി. നമുക്ക് ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാം. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ലിപ് ക്രയോൺ ആണ്, കളർ ക്യൂന്റെ. അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ്. ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ട ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇത് ഇന്നലെ അഞ്ചലുള്ള നെറ്റ്സ് പ്ലാനറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ്. കുറേ നട്ട്സും അതും ഇതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു നോ ഷുഗർ ചോക്ലേറ്റ്സും പിന്നെ പ്രോട്ടീൻ ആക്റ്റീവായിട്ടുള്ള ചോക്ലേറ്റും പിന്നെ ഡാർക്ക് ചോക്ലേറ്റും അതും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോട്ടീൻ ചോക്ലേറ്റ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ കുഴപ്പമില്ല, ഒരു ചെറിയൊരു കവർ പോലൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 സംതിങ് അങ്ങനെ എന്തോ ആണ്. ഇനി നമുക്ക് പപ്പ ഇന്നലെ വന്നപ്പം ഏത്തപ്പഴം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഗീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഗീ ഇല്ലായിരുന്നു ഗൈസ്, അതുകൊണ്ട് ഞാൻ ബട്ടർ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ എനിക്ക് ഇതേപോലെ കരിച്ചൊക്കെ എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മനസ്സുഖം വരത്തില്ല. അപ്പോൾ 7 മണിക്ക് മുന്നാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. അപ്പോൾ 6:30 ആയപ്പോൾ ഞാൻ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ അമ്മ വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ പപ്പ വന്ന് നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലിനിക്കിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഫോൺ യൂസ് ആക്കാനായിട്ട് പറ്റില്ല. ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറിനെ കണ്ടിറങ്ങി. ഇനി ഒരാഴ്ചത്തേക്കും കൂടെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ലൈഫ് ഗൈസ്. പിന്നെ നമ്മൾ കാല് സൂക്ഷിക്കണം, ബാൻഡേജ് ഇടണം, പിന്നെ വായി നോക്കി നടക്കാൻ പാടില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് ഇവിടെ നിന്നാണ് വാങ്ങിയത്. ടേസ്റ്റ് ആൻഡ് ബൈപ്പാസ് എന്ന് പറയുന്നൊരു കടയുണ്ട്. അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലൈറ്റാണ് ഈ കാണുന്നത്. പറ്റുമെങ്കിൽ ഞാൻ ശിവരാത്രിയുടെ വ്ളോഗ് ഇടാം കേട്ടോ. ഈ കാലും കൊണ്ട് കുറച്ച് പാടാണ്, എന്നാലും നോക്കാം. ഇന്ന് രാത്രി കഴിക്കാനായിട്ട് നല്ല ചൂട് പൊറോട്ടയും ബീഫ് റോസ്റ്റും ചിക്കൻ റോസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.